വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വകുപ്പുകളിൽ മാറ്റമുണ്ടാകുമെന്നുള്ളതാണ്. തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുക്കും എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. രജിസ്ട്രേഷൻ കടന്നപ്പള്ളിക്ക് എന്ന സൂചന. VA ഗിരീഷ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗിരീഷ്, ഇപ്പോൾ ഈ തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുക്കും എന്ന വിവരം പുറത്തുവരുന്നു. അങ്ങനെയെങ്കിൽ ആർക്കായിരിക്കും ആ വകുപ്പ്? ഒരു വകുപ്പ് മാറ്റത്തിലേക്ക് കാര്യങ്ങൾ ആലോചനയിലേക്ക് പോയത് എന്തുകൊണ്ടാണ് ഗിരീഷ്? റീജിയത്ത് തുറമുഖ വകുപ്പ് ഇപ്പോൾ CPM ഏറ്റെടുത്തേക്കും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. പകരം CPM കൈകാര്യം ചെയ്യുന്ന രജിസ്ട്രേഷൻ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് നൽകിയേക്കും എന്നുള്ളതാണ് സൂചന. അങ്ങനെയെങ്കിൽ വാസവൻ VM വാസവൻ തന്നെയായിരിക്കും തുറമുഖത്തിന്റെ ചുമതലയുള്ള മന്ത്രി. സ്വാഭാവികമായും മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിലുള്ള ഒരു അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അത്തരം കൂടിയാലോചനകൾ ഇപ്പോൾ പുരോഗമിക്കുന്നേ ഉള്ളൂ. അന്തിമ തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. ഏതായാലും രജിസ്ട്രേഷൻ വകുപ്പ് കടന്നപ്പള്ളിക്ക് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം വിഴിഞ്ഞം തുറമുഖം സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ്. ഈ വിഴിഞ്ഞം തുറമുഖം 2024 മെയ് മാസത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കമ്മീഷൻ ചെയ്യേണ്ടതാണ്. ഇതിനുള്ള പദ്ധതികൾ ഇതിനുള്ള പരിപാടികൾ സമയബന്ധിതമായി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. സ്വാഭാവികമായും മറ്റ് ആദ്യഘട്ടത്തിൽ കപ്പലുകൾ ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുകയും ഈ ക്രെയിനുമായിട്ടൊക്കെ കപ്പലുകൾ എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇനിയുള്ളത് വാണിജ്യാടിസ്ഥാനത്തിൽ വിഴിഞ്ഞത്തിന്റെ കമ്മീഷനിങ് മാത്രമാണ്. മറ്റൊരു മന്ത്രിക്ക് ചുമതല നൽകിയാൽ ഇതിൽ വൈകും എന്ന ഒരു സംശയം ഇടതുമുന്നണിക്കുണ്ട്, CPM-നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മന്ത്രിസഭയിലുള്ള ഒരാൾ തന്നെ ഈ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യട്ടെ. പ്രത്യേകിച്ചും വിഴിഞ്ഞം തുറമുഖം 2024 മെയ് മാസത്തിന് മുമ്പ് തന്നെ കമ്മീഷൻ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്ന് തന്നെ പറയാവുന്ന വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിന് വളരെയേറെ നേട്ടമുണ്ടാക്കുന്നതാണ്. അത് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ വോട്ടർമാരെ അല്ലെങ്കിൽ ജനങ്ങളെ വളരെ കൂടുതൽ സ്വാധീനിക്കുന്നതാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ CPM ഇത്തരത്തിലുള്ള ആലോചനയിലേക്ക് കടന്നിരിക്കുന്നത്. രാവിലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പക്ഷേ ഇത് സംബന്ധിച്ച കൂടുതൽ ചർച്ചകളൊന്നും ഉണ്ടായില്ല. വകുപ്പ് മാറ്റം വേണ്ട, മറ്റ് വകുപ്പുകളിലേക്ക് മാറേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്കാണ് സെക്രട്ടേറിയറ്റ് എടുത്തതെങ്കിൽ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത്. കാരണം മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച അന്തിമ തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആലോചനകളിലേക്ക് കടന്നിരിക്കുന്നു. തുറമുഖ വകുപ്പ് CPM ഏറ്റെടുക്കുന്നു. പകരം രജിസ്ട്രേഷൻ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് കൈമാറിയേക്കുമെന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നു. ഗിരീഷ്, ഈ വകുപ്പ് ഏതായാലും കുഴപ്പമില്ല, അത് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്നുള്ളൊരു പ്രതികരണം നേരത്തെ നമ്മൾ കടന്നപ്പള്ളി രാമചന്ദ്രന്റെ ഭാഗത്ത് നിന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ തുറമുഖ വകുപ്പ് CPM ഏറ്റെടുക്കും എന്നുള്ളൊരു തീരുമാനം, അതിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ നിലപാട് എന്താണ് ഗിരീഷ്? റീജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട് പലതവണ നമ്മൾ അദ്ദേഹത്തോട് പ്രതികരണം ചോദിച്ചിരുന്നതാണ്. ഏത് വകുപ്പായിരിക്കും അല്ലെങ്കിൽ ഏത് വകുപ്പിന് ആണ് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വകുപ്പ് ഏതായാലും തന്നെ ഏറ്റെടുക്കുന്ന വകുപ്പിനോട് പരമാവധി നീതി പുലർത്തുക എന്നുള്ളത് മാത്രമാണ് തന്റെ ലക്ഷ്യം. വകുപ്പ് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. നേരത്തെ തീരുമാനിച്ചിരുന്നതും അതിന്റെ കീഴ്വഴക്കങ്ങളും മാത്രമല്ല അതിന്റെ ഭരണഘടനാപരമായ ചുമതലയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഏത് വകുപ്പ് ഏൽപ്പിച്ചാലും അത് ആത്മാർത്ഥതയോടുകൂടി നിർവഹിക്കും എന്നുള്ളതാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി നേരത്തെ തന്നെ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വകുപ്പ് മാറ്റം ഏതെങ്കിലും തരത്തിലുള്ള ഒരു അതൃപ്തിക്ക് ഇടയാക്കും എന്ന് കരുതുന്നില്ല. പകരം ഒരു ഘടകകക്ഷിക്ക് നൽകാതെ CPM തന്നെ ഈ വകുപ്പ് ഏറ്റെടുക്കുന്നതിലൂടെ കൂടുതൽ കൃത്യമായ ഒരു സന്ദേശം നൽകുകയും ചെയ്യുന്നു. കാരണം തെരഞ്ഞെടുപ്പാണ് വരുന്നത്. കഴിഞ്ഞ തവണ 19 സീറ്റും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തവണ കുറച്ചുകൂടി ഈ നില മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ CPM-ന്റെയും CPI-യുടെയും ഒക്കെ ഒരു നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം കൂടിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി സീറ്റുകൾ കേരളത്തിൽ നിന്നും നേടുക എന്നുള്ളത് തന്നെയാണ് CPM-ഉം CPI-യും ആലോചിക്കുന്നത്. ഇതുമായിട്ടുള്ള ചർച്ചകൾ നേരത്തെ തന്നെ തുടങ്ങുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇത്രയും സുപ്രധാനമായ ഒരു പദ്ധതി അതിന്റെ നിർവഹണം, അതിന്റെ ഒരു വാണിജ്യാടിസ്ഥാനത്തിലുള്ള കമ്മീഷനിങ് അടുത്തിരിക്കെ ഘടകകക്ഷിക്ക് ഇത് കൈമാറേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ CPI എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രിയും അത്തരത്തിലുള്ള ആലോചനയിലേക്ക് കടന്നിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രമുഖ വകുപ്പ് ഏറ്റെടുക്കുന്നതിനുള്ള ഒരു നീക്കം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. CPM-ന്റെ ഈ വകുപ്പ് നൽകുന്നു. ഏറ്റവും കൂടുതൽ സാധ്യത VN വാസവന് തന്നെയാണ്. കാരണം VN വാസവൻ കൈകാര്യം ചെയ്യുന്ന രജിസ്ട്രേഷൻ വകുപ്പ് പകരം കടന്നപ്പള്ളിക്ക് നൽകാം എന്ന ഒരു ആലോചനയിലേക്കും ഒരു ഫോർമുലയിലേക്കും ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു.
വി എ ഗിരീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുക്കാൻ പോകുന്നു. രജിസ്ട്രേഷൻ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രന് നൽകാനുള്ള നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ നിർവഹണം അത് CPIM തന്നെ നേരിട്ട് ഏറ്റെടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയാണ് തുറമുഖ വകുപ്പ് കയ്യിൽ വയ്ക്കുന്നതിലൂടെ CPIM ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വകുപ്പുകളിൽ മാറ്റം എന്ന വിവരം പുറത്തുവരുന്നു. തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുക്കും, രജിസ്ട്രേഷൻ കടന്നപ്പള്ളിക്ക് നൽകും എന്നുള്ള സൂചനയാണ് പുറത്തുവരുന്നത്. അതേപോലെ തന്നെ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിനിടയിൽ ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരം അത് ആ തർക്കം രൂക്ഷമായി